എറണാകുളത്ത് കുട്ടമ്പുഴയിൽ അട്ടിക്കളം വനമേഖലയിൽ 3 സ്ത്രീകൾ കുടുങ്ങിയ വാർത്ത നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു. ആ സ്ത്രീകൾക്ക് വേണ്ടി ഇപ്പോഴും തെരച്ചിൽ തുടരുകയാണ്. മായ ജയൻ, പാറുക്കുട്ടി കുഞ്ഞുമോൻ, ഡാർലി സ്റ്റീഫൻ എന്നിവരാണ് വനത്തിൽ കുടുങ്ങിയത്. ബുധനാഴ്ച കാണാതായ പശുവിനെ തേടി കഴിഞ്ഞ ദിവസം ഉച്ചയോടെയാണ് ഇവർ ഈ കുട്ടമ്പുഴ കാട്ടിലേക്ക് പോയത്. മൂവരും വഴിതെറ്റി കാട്ടിൽ കുടുങ്ങിയതാകാമെന്നാണ് പോലീസിന്റെ നിഗമനം. വനപാലകരും പോലീസും ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്ന് നടത്തുന്ന തെരച്ചിൽ 13 മണിക്കൂർ പിന്നിട്ടിരിക്കുകയാണ്. വനമേഖലയിലെ കാട്ടാനക്കൂട്ടവും വെളിച്ചക്കുറവും തെരച്ചിലിന് വെല്ലുവിളിയുമാണ്. സൈഫുനീസ അലിയാർ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. സൈഫുനീസ, വെരി ഗുഡ് മോർണിംഗ്. സൈഫുനീസ അവിടെ എത്തിയിട്ടുണ്ടെന്ന് എനിക്കറിയാം. ഇന്നലെ ഉച്ചയോടുകൂടി പോയവരാണ്. അവരെ ഇനിയും തിരികെ കൊണ്ടെത്തിക്കാൻ സാധിച്ചില്ല. ഒരു രാത്രി പിന്നിട്ടിരിക്കുന്നു. വലിയ കാട്ടാനക്കൂട്ടമുള്ള സ്ഥലത്താണ് ഇവർ പോയിരിക്കുന്നത് എന്ന ആശങ്കയും ഉണ്ടാക്കുന്നുണ്ട്. സൈഫുനീസ, എന്താണ് ഏറ്റവും ഒടുവിലത്തെ സ്ഥിതി? നമ്മൾ ഈ വനപാലകരെയും ഫയർഫോഴ്സിനെയും ഒക്കെ ബന്ധപ്പെടുമ്പോൾ എന്താണ് അവർ പറയുന്നത്? സൈഫുനീസ. മോർണിംഗ് അരുൺകുമാർ. ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ കോതമംഗലം കുട്ടമ്പുഴ ഭാഗത്താണ്. ഈ പ്രദേശത്ത് നിന്നാണ്, അതായത് ഞാൻ നിൽക്കുന്നതിന് 100 മീറ്റർ അപ്പുറത്താണ് മായയുടെയും ഈ പറയുന്ന കാണാതായ പാറുക്കുട്ടിയുടെയും ഡാർലിയുടെയും ഒക്കെ വീട്. അവിടെ നിന്ന് ഇവർ കൂട്ടുകൂടി ഒരുമിച്ചാണ് മായയുടെ കാണാതായ പശുവിനെ തേടി പോയത്. മായയുടെ പശു മിനിഞ്ഞാന്നാണ് കാട്ടിലേക്ക് പോയത്, തിരിച്ചു വന്നില്ല. അതിനുശേഷം പശുവിനെ തേടിയാണ് ഇന്നലെ ഉച്ചയ്ക്ക് 2 മണിയോടുകൂടി പാറുക്കുട്ടിയെയും ഡാർലിയെയും വിളിച്ച് മായ പശുവിനെ തിരഞ്ഞു പോകുന്നത്. പക്ഷേ പശു ഇവിടെ വളരെ അടുത്ത് തന്നെ ഉണ്ടായിരുന്നു. ഇവർ പോയതിന് പിന്നാലെ തന്നെ പശു വീട്ടിലേക്ക് തിരിച്ചെത്തുകയും ചെയ്തു, ഒരു വൈകിട്ട് 4 മണിയോടുകൂടി. പക്ഷേ ഇവരെക്കുറിച്ച് ഒരു വിവരവും ലഭിച്ചില്ല. ഇതേ തുടർന്നാണ് വീട്ടുകാർ ഫോണിൽ വിളിച്ചത്. ഫോണിൽ വിളിച്ചപ്പോൾ ഇവർ പറഞ്ഞത് കാട്ടാനക്കൂട്ടം ചുറ്റുമുണ്ട്, ഒരു പാറക്കെട്ടിന് നടുക്ക് നിൽക്കുകയാണ് എന്നാണ്. പക്ഷേ ഇത് വനമേഖലയാണ്, പല സ്ഥലങ്ങളിലും പാറക്കെട്ടുകളുണ്ട്. ഇത് എവിടേക്കാണ് എന്നുള്ളത് നമുക്ക് ഇപ്പോഴും വ്യക്തതയില്ല. എന്തായാലും പോലീസും ഫയർഫോഴ്സും ഈ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റും ഒപ്പം തന്നെ ഈ പ്രദേശവാസികളും ഈ സ്ഥലം അറിയാവുന്ന, ഈ സ്ഥലത്തിൻ്റെ കാടിൻ്റെ ഒരു സ്വഭാവം അറിയാവുന്ന ആളുകളെല്ലാം തന്നെ ഇന്നലെ വൈകിട്ട് മുതൽ തെരച്ചിൽ നടത്തുകയാണ്. ഇന്ന് പുലർച്ചെ 3 മണി വരെ തെരച്ചിൽ നടത്തിയിട്ടും കണ്ടെത്താനായിട്ടില്ല. വളരെ വെളിച്ചത്തിന് കുറവും ഒപ്പം തന്നെ ഇവരുടെ ഈ സെർച്ച് ലൈറ്റിൻ്റെ ചാർജ് തീർന്നതുകൊണ്ടൊക്കെ തന്നെ ഇന്ന് 3 മണിയോടുകൂടി ഇവർ തെരച്ചിൽ അവസാനിപ്പിച്ചു. അതിനുശേഷം ഇപ്പോൾ തെരച്ചിൽ പുനരാരംഭിച്ചിട്ടുണ്ട്. 3 സംഘങ്ങളാണ് ഇപ്പോൾ വനത്തിനകത്തുള്ളത്. 2 സംഘങ്ങൾ തിരിച്ചിറങ്ങുകയും ചെയ്തു. നിലവിൽ ഇപ്പോൾ ഡ്രോൺ ഉപയോഗിച്ചുള്ളൊരു പരിശോധന ആരംഭിച്ചിട്ടുണ്ട്. ഈ പ്രദേശവാസികളുടെ ഒരു പ്രതീക്ഷ എന്ന് പറയുന്നത് വെളിച്ചക്കുറവുള്ളത് കൊണ്ട് ഇവർ കാടിൽ സുരക്ഷിതമായി എവിടെയെങ്കിലും തങ്ങിയിട്ടുണ്ടാകാം. അതല്ലെങ്കിൽ ഇപ്പോൾ വെളിച്ചം വന്ന സ്ഥിതിക്ക് ഒരു 8 മണിയോടുകൂടി തിരിച്ചെത്താനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ്. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ തന്നെ കാണാം. ഈ ഞാൻ നിൽക്കുന്ന ഭാഗത്തെല്ലാം തന്നെ ഈ കാട്ടാനകൾ പതിവായി വരുന്നതാണ്. രാത്രിയും പകലും എല്ലാം തന്നെ കാട്ടാനകൾ വിഹരിക്കുന്ന ഒരു പ്രദേശം കൂടിയാണ്, ജനവാസ മേഖലയാണ്. ഈ ഭാഗത്തുള്ള ആളുകൾക്കൊക്കെ തന്നെ കാട്ടാനകളെ എന്നും കാണുന്ന ആളുകൾ തന്നെയാണ്. ഈ എപ്പോഴും ഇവിടെ കാട്ടാനകൾ ഇറങ്ങുന്ന ഒരു പ്രദേശമാണ്. ഈ കാടിനകത്തേക്ക് ചെന്നാലും വലിയ രീതിയിൽ കാട്ടാന കൂട്ടമുള്ള ഒരു പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ ആ രീതിയിൽ ആളുകൾക്ക് അങ്ങനെ ഒരു ഭയപ്പാടൊന്നുമില്ല. കാട്ടാനകളെ കണ്ടു കഴിഞ്ഞാൽ ഒരു സുരക്ഷിതമായി മാറി നിൽക്കുക എന്നുള്ളതല്ലാതെ പേടിച്ച് ഓടുകയോ നമുക്ക് അനുവദിക്കുന്ന സ്ഥലത്തേക്ക് നമുക്കൊന്ന് നീങ്ങി നിൽക്കാം, മുന്നോട്ട് നടക്കുകയും ചെയ്യാം. സൈഫു, അതോടൊപ്പം എൻ്റെ സംശയം, ഇവർക്ക് ഈ കാട്ടാനയൊക്കെ കണ്ട് പരിചയമുള്ള കൂട്ടത്തിലാണ്, അതുകൊണ്ട് വലിയ ഭയമൊന്നും ഉണ്ടാവാനുള്ള സാധ്യതയില്ല. പക്ഷേ ഇവർ പാറക്കൂട്ടത്തിന് മുകളിലാണെന്ന് പറയുമ്പോൾ ഇവർക്ക് അറിയേണ്ടതല്ലേ ആ സ്ഥലമൊക്കെ? ഈ വനവുമായിട്ട് നല്ല പരിചയമുള്ളവരാണോ ഈ 3 സ്ത്രീകളും? അരുൺകുമാർ, അതാണ് ഈ പാറുക്കുട്ടി എന്ന് പറയുന്ന സ്ത്രീക്ക് വനത്തെക്കുറിച്ച് പരിചയമുണ്ട്. പക്ഷേ ഈ മായയ്ക്കും ഒപ്പം തന്നെ ഡാർലിക്കും അത്ര പരിചയമില്ല. ഇവർ ഒരുമിച്ചാണ് നിൽക്കുന്നത്, സുരക്ഷിത സ്ഥലത്താണ് നിൽക്കുന്നതെങ്കിൽ ഭയപ്പെടാനില്ല. വെളിച്ചം വീശി കഴിയുമ്പോൾ കുറച്ചുകൂടി അവർക്ക് സഞ്ചരിക്കാവുന്നൊരു മാർഗത്തിലേക്ക് എത്തിക്കഴിയുമ്പോൾ അവർ തിരിച്ചെത്തുമെന്നാണ് പ്രദേശവാസികളുടെ ഒരു പ്രതീക്ഷ. എന്നാലും ഈ പ്രദേശവാസി ഒരു ചേട്ടനുണ്ട്. എങ്ങനെയാ ചേട്ടാ ഈ ഒരു കാടിന്റെ സ്വഭാവം എങ്ങനെയാണ്? ഇത് കഴിഞ്ഞാൽ വന ഭയങ്കര വന, അപ്പോൾ പ്രതീക്ഷിക്കാൻ ഒരു വെളിച്ചമൊക്കെ വീണ് കഴിഞ്ഞാൽ വന്ന് സഞ്ചരിക്കണമല്ലേ, പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. അവർ സ്ഥിരമായി വനത്തിൽ പോകുന്നതാണോ? സ്ഥിരമായിട്ട് പോകുന്ന ആൾക്കാരാണ്. ഇത് 6 വർഷം ഒരു സംഭവം ഉണ്ടായി ഇവിടെ. ഒരു ചേച്ചി ഇങ്ങനെ പോയി, ഇതുപോലെ തന്നെ അന്വേഷിച്ചു. 4 മണിയായപ്പോൾ പുറകോട്ട് തിരിച്ചു വന്നു. അതുകൊണ്ടൊരു പ്രതീക്ഷയുണ്ട്. പക്ഷെ അന്ന് ഇതുപോലെ ഈ ഒരു കുറച്ചും കഴിഞ്ഞാൽ ഭയങ്കര വനാപ്പൻ, വഴിതെറ്റി പോകാനുള്ള സാധ്യതയുണ്ട്. വഴിതെറ്റി പോയേക്കാണല്ലോ സംഭവിച്ചത്. 2 മണിക്ക്, ഇന്നലെ 1 മണിക്കല്ലേ പോയത്, വഴിതെറ്റിപ്പോയി. അവർ പറഞ്ഞതെന്നു വെച്ചാൽ ഈ പാറുക്കുട്ടി വിളിച്ച് ഭർത്താവിനോട് പറഞ്ഞു, ഇങ്ങനെ അല്ല മായ വിളിച്ച് ഭർത്താവിനോട് പറഞ്ഞു ഞങ്ങൾ 2 മണിക്ക് ഇങ്ങോട്ട് വരുവാണ്, ആനക്കൂട്ടമുണ്ട്, അതുകൊണ്ട് അപ്പോൾ സുരക്ഷിതമായിട്ടിരിക്കുക എന്ന് പറഞ്ഞു. ഈ പാറക്കെട്ടുകൾ ഇവിടെ എവിടെയൊക്കെ ഉണ്ടാവും? അത് എനിക്ക് അങ്ങനെയില്ല, ഒത്തിരി പാറക്കെട്ടുണ്ട്. ഒരു 5 കിലോമീറ്റർ ചുറ്റളവായി സ്ഥലം. 5 കിലോമീറ്റർ ചുറ്റളവിലാണ് ഈ വനപ്രദേശം ഉള്ളത്. 5 കിലോമീറ്റർ. അപ്പൊ ഇതിന്റെ അകത്ത്
അല്ല ഇത് പക്ഷെ മറ്റ് റേഞ്ചുകളിലേക്കും കൂടെ ഡിവിഷനുകളിലേക്കും കൂടെ ചേരുന്ന വനം. 5 കിലോമീറ്റർ ചുറ്റളവ് എന്ന് പറഞ്ഞാൽ ഇവർ പറഞ്ഞതെന്ന് വെച്ചാൽ ഈ സഞ്ചരിക്കാൻ സാധ്യതയുള്ള സ്ഥലം. എങ്ങനെ ചേട്ടാ ഒരു തിരിച്ചെത്താനുള്ള ഒരു സാധ്യതയാണ് കാണുന്നത്? തിരിച്ചെത്താൻ സാധ്യത വെച്ചാൽ ഈ വനത്തിൻ്റെ പ്രത്യേകത എക്കോ വനമാണ്. ഒത്തിരി ദൂരമുണ്ട്, റേഞ്ചുകൾ ആനാശല്യമൊക്കെ ഉള്ളതുകൊണ്ട് ഒന്നും പറയാൻ നമുക്ക് പറ്റത്തില്ല. വനം ഉള്ളിലേക്ക് ഒത്തിരി വനമുണ്ടല്ലോ, ഉൾക്കാടല്ലേ. ഇവരെയൊക്കെ വ്യക്തിപരമായിട്ട് അറിയുന്ന ആൾക്കാരല്ലേ ഈ കാണാതായവരെ? അതെ അതെ അതെ. ഈ ആന മാത്രമേ അവിടെ ഉള്ളൂ, മറ്റു വന്യമൃഗങ്ങളൊന്നും ഇല്ലല്ലോ എന്ന് ചോദിക്കുവോ സൈഫു? പിന്നെ ഇപ്പം പശുവിനെ അന്വേഷിച്ച് പോയതാണല്ലോ, അങ്ങനെയാണ് അറിവ്. ഇവിടെ ആന മാത്രമേ ഉള്ളൂ, അതെ മറ്റു വന്യമൃഗങ്ങളൊക്കെ ഉണ്ടോ? വന്യമൃഗങ്ങൾ എല്ലാ മൃഗങ്ങളും ഉണ്ട്. ഭയപ്പെടാനുള്ള ഒരു സാഹചര്യം ഉണ്ടോ അതിനകത്ത്? ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ അങ്ങനെ പോകേണ്ട സാഹചര്യത്തിലല്ല അവർ പോയത്. ഒരു പശുവിനെ തേടി പോയതാണല്ലോ, അപ്പോൾ വഴി കണ്ണുകെട്ടിപ്പോയ രീതിയിൽ ആണ് വന്നേക്കണേ. അതാണ് ഇവർ പറയുന്നത്. എന്തായാലും ഇന്നലെ വൈകിട്ടോടെ തിരിച്ചെത്തേണ്ടതായിരുന്നു, പക്ഷേ വഴി തെറ്റി പോകാനുള്ള സാധ്യതയാണ് കാണുന്നത്. പശു തിരിച്ചെത്തിയ വിവരം നമ്മൾ വിളിച്ചറിയിച്ചിരുന്നു കുടുംബാംഗങ്ങൾ? ഇല്ല, അവർക്ക് അറിയാൻ സാധിച്ചിട്ടില്ല. കാരണം ഒരു 2 മണിക്ക് ശേഷം മായ ഭർത്താവിനെ വിളിച്ചപ്പോൾ പറഞ്ഞത് ഫോണിന് റേഞ്ച് ഇല്ല, അതുകൊണ്ട് ഇനി വിളിച്ചാൽ ചിലപ്പോൾ കിട്ടില്ല എന്നാണ് പറഞ്ഞത്. അതുപോലെ തന്നെ പിന്നീട് വിളിച്ചിട്ട് മായ കിട്ടിയിട്ടില്ല, ഫോൺ സ്വിച്ച് ഓഫ് ആണ്. ഒന്നുകിൽ ഇവർ സുരക്ഷിതമായി എവിടെയെങ്കിലും ഉണ്ടാകാം, അതല്ലെങ്കിൽ ഇവരുടെ കയ്യിൽ നിന്ന് ഫോൺ നഷ്ടപ്പെട്ടിട്ടുണ്ടാകാം. പക്ഷേ വനമേഖലയാണ്, ഇവർ അവിടെ കുടുങ്ങിക്കിടക്കുകയാണ്. ഒരു രീതിയിൽ ഇപ്പോൾ ഫോൺ സ്വിച്ച് ഓഫ് ആയി കഴിഞ്ഞാൽ പിന്നീട് അതിന് മറ്റു മാർഗ്ഗങ്ങൾ ഉണ്ടാവില്ല വീട്ടുകാരുമായി ബന്ധപ്പെടാനായി. എന്തായാലും ഇവർ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ്. ഇവിടെ ഇവരുടെ കുടുംബക്കാരും എല്ലാം തന്നെ ഈ ഭാഗത്തുണ്ട്. ഞാൻ ഇപ്പോൾ നിൽക്കുന്ന ഈ ഭാഗത്ത്, അതായത് വനമേഖല തുടങ്ങുന്നത് ഇവിടെ നിന്നാണ്, പക്ഷേ ഇവിടെ നിന്ന് മുതൽ വീടുകളാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ വീടിന്റെ ചുറ്റുവട്ടത്തും എല്ലാം തന്നെ എപ്പോഴും ആനകൾ വരുന്ന, ഈ ഭാഗത്തൊക്കെ എപ്പോഴും ആന വരുന്നല്ലേ ഏട്ടാ? പകലൊക്കെ വരാറുണ്ടോ? പകലൊക്കെ ഇതിലേക്ക് വരാറുണ്ട്. ഇവിടെ ഇപ്പൊ ഇവർ കയറി നിൽക്കുന്നു എന്ന് പറയുന്ന ഭാഗമുണ്ടല്ലോ, അവിടെയൊക്കെ ആ കാട്ടാന കൂടുതലുള്ള സ്ഥലമായിരിക്കില്ലേ? അതെ കാട്ടാന കൂടുതലുള്ള സ്ഥലമാണ്.